അടൂർ നഗരസഭയുടെ 28-ാം വാർഡിൽ നിൽക്കുന്ന പുതിയകാവ് ചിറയുടെ പ്രവർത്തനമില്ലായ്മയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? പുതിയകാവിൽ ചിറ ഒരുപാട് വികസന സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പം മറ്റ് ചില വികസനങ്ങൾ ഇതിന് പുറത്ത് നടക്കുന്നുണ്ട് എന്ന് ചില അപഖ്യാതികൾ, ചില ശ്രുതികൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം വാസ്തവമുണ്ട് എന്നെനിക്കറിയില്ല. പല വൈകുന്നേരങ്ങളിലുള്ള ചില അസാൻമാർഗിക പ്രവർത്തനങ്ങൾ പുറത്ത് നടക്കുന്നു എന്ന് ഒരു കേൾവി നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായ തെളിവില്ലാത്തതിനാൽ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയകാവിൽ ചിറയുടെ വികസന സ്വപ്നങ്ങൾ, ഇവിടെ നമുക്ക് ധാരാളം വികസനത്തിനുള്ള സാധ്യത അനന്തമാണ്. ഈ ചിറ എൻ്റെ നോട്ടത്തിൽ ഒരു ടൂറിസം എന്നതിനപ്പുറത്തേക്ക് ഈ ചിറയെ ഒരു കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. കാരണം ടൂറിസം 2ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് കുടിവെള്ളമാണ്. ആ കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുന്നതിനുള്ള സംവിധാനം ആദ്യം ചെയ്തിട്ട് പിന്നീടാകാം നമുക്ക് ടൂറിസം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് ഇപ്പം ഞാൻ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ അധികാരികൾക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിക്ക് മറുപടി ലഭിച്ചത് ഇതൊരു ടൂറിസം പദ്ധതിയാക്കി നിലനിർത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നും തൽക്കാലം ഇതിൻ്റെ ഒപ്പം ഈ അടഞ്ഞു കിടക്കുന്ന ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നു എന്നും ഒപ്പം ഇവിടെ കാണുന്ന ഈ ചിറയിൽ കാണുന്ന ഈ എന്താ ഇതിന് പറയുന്നത്, പായലടക്കമുള്ള സംവിധാനങ്ങൾ, മറ്റ് കാടുപിടിച്ച കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുമുള്ള മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. ഇന്നിപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ പായൽ മാറ്റുന്ന പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനാണ് വീണ്ടും ഇതിനകത്ത് ഈ പായൽ മാറ്റുന്ന പ്രക്രിയ കാണിക്കുന്നത്? മുൻപും ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ പദ്ധതി പൂർണ്ണമാക്കി ആ ഒരു സമയത്ത് തന്നെ ഈ പായൽ മാറ്റുന്ന പ്രക്രിയ ആരംഭിച്ചിരുന്നു എങ്കിൽ അത്രയും നമുക്ക് ഇത്ര തുക, ഇതിനു വേണ്ടി മാറ്റിവെച്ച തുക ഉപയോഗിക്കണ്ടായിരുന്നു. കാരണം പൂർണ്ണമാകുന്ന മുറയ്ക്ക് മാത്രം നമുക്ക് ഈ ചിറയിലെ പായൽ ഒഴിവാക്കുന്ന പ്രക്രിയ ആരംഭിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ വിശ്വാസവും തോന്നലും. ഇപ്പം പായൽ മാറ്റുന്ന ഈ പ്രക്രിയ വീണ്ടും ഇത് പൂർണ്ണമായ ഈ പദ്ധതി നടപ്പാകുന്ന സമയത്ത് വീണ്ടും പായൽ പിടിക്കും. അപ്പോൾ വീണ്ടും ഇതിനു വേണ്ടി എക്സ്ട്രാ തുക ചെലവഴിക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഉണ്ടാകില്ലേ എന്നുള്ളതും എൻ്റെ സംശയമാണ്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഈ ചിറ ആദ്യം ഒരു കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുക. കുടിവെള്ളമാണ് പ്രധാനം. നമുക്ക് കുടിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ടൂറിസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. മറ്റൊന്ന്, ഇപ്പോൾ ഈ പായൽ മാറ്റുന്നു. പക്ഷേ ഈ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കുന്നതിനോടൊപ്പം ഒറ്റയടിക്ക് ഒരുമിച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ നമുക്ക് അത്രയും തുക നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. നമുക്ക് ഈ പായൽ കിടന്നില്ലെങ്കിലും നമുക്ക് ഓക്സിജൻ ലഭിക്കും. പക്ഷേ നമുക്ക് കുടിവെള്ളം പരമപ്രധാനം എന്നുള്ള നിലയിൽ നമുക്ക് ഇതൊരു കുടിവെള്ള സ്രോതസ്സാക്കി തന്നെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ പദ്ധതി പൂർണ്ണമാകുന്ന മുറയ്ക്ക് ഈ പായൽ മാറ്റിയാൽ മതിയായിരുന്നു. ഈ പായൽ ഇവിടെ കിടന്നാലും നമുക്ക് ഓക്സിജൻ ലഭിക്കും, കിടന്നില്ലെങ്കിലും നമുക്ക് ഓക്സിജൻ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എടുത്ത ഈ തീരുമാനം വളരെ തെറ്റായൊരു തീരുമാനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.